തൃശ്ശൂർ സെൻട്രൽ ജയിലിലേക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഇപ്പോൾ പോലീസിൻ്റെ വാഹനം ഈ ഗോവിന്ദചാമിയും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മിന്നൽ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കയ്യിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത്രയും അപകടം പിടിച്ച സാധനമാണ്. റാഫി കരീം ചേരുന്നു വിയ്യൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന്. ഗുഡ് മോർണിംഗ് റാഫി കരീം. ഇത്രയും കനത്ത സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ച കാര്യം വിയ്യൂരിൽ സംഭവിക്കില്ല എന്ന പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ ആ വിയ്യൂർ സെൻട്രൽ ജയിലിൽ അവിടെ നിൽക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഒരു സ്കൂൾ കാണുന്നില്ലേ, ആ സ്കൂളിൻ്റെ അപ്പുറത്താണ് തൃശ്ശൂരിലെ ആകാശവാണി. അവിടെ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെൻട്രൽ ജയിലിൻ്റെ വരാന്തയിലൂടെയൊക്കെ പോയ ഒരു അനുഭവത്തിൽ പറയൂ റാഫി. SKN കണ്ണൂരിൽ സംഭവിച്ചത് തൃശ്ശൂരിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും തൃശ്ശൂരിലെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 536 പേരെ താമസിപ്പിക്കാൻ കഴിയുന്ന അതീവ സുരക്ഷാ ജയിലിലെ 126ാമത്തെ തടവുകാരനായിട്ടാണ് ഗോവിന്ദചാമി ഇന്ന് 12 മണിയോടുകൂടി ഈ തൃശ്ശൂരിലെ വിയ്യൂരിലെ ഈ ജയിലിലേക്ക് എത്തുക. ഒപ്പം തന്നെ ഈ ജയിലിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരൊറ്റ സെല്ലിൽ ഗോവിന്ദചാമി മാത്രമായി ഏകാന്ത തടവായിരിക്കും ഗോവിന്ദചാമിക്ക് ഉണ്ടാവുക. ഭക്ഷണത്തിന് പോലും അവിടെ നിന്ന് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം ഗോവിന്ദചാമിക്ക് ഉണ്ടാകില്ല. കാരണം ഭക്ഷണം സെല്ലിൽ നൽകുന്ന രീതിയിലാണ് സജ്ജീകരണമുള്ളത്. ഒപ്പം തന്നെ കണ്ണൂരിലെ 7 അടി ഉയരമുള്ള മതിൽ ഗോവിന്ദചാമി മറികടന്നെങ്കിൽ തൃശ്ശൂരിലെ ഈ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ 10 അടിയിലധികം ഉയരമുള്ള മതിലാണുള്ളത്. 700 മീറ്റർ ചുറ്റളവിൽ 7 അടി ഉയരത്തിൽ, അതിനു മുകളിൽ 3 അടിയിലധികം ഉയരത്തിൽ കമ്പിവേലി ഉൾപ്പെടെ 10 അടിയിലധികം ഉയരത്തിലുള്ള മതിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 4 വാച്ച് ടവറുകൾ, 24 മണിക്കൂറും നിരീക്ഷണം, ഒപ്പം തന്നെ ആയുധധാരികളായ കാവൽക്കാർ. ഈ നിലയിലുള്ള സജ്ജീകരണങ്ങൾ തൃശ്ശൂർ വിയ്യൂരിലെ ഈ അതീവ സുരക്ഷാ ജയിലിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ നിലയിലുള്ള സജ്ജീകരണങ്ങളാണ് കൊടും കുറ്റവാളികളെ താമസിപ്പിക്കാൻ സജ്ജീകരിച്ചിട്ടുള്ള ഈ ജയിലിലുള്ളത്. ഒപ്പം തന്നെ ഗോവിന്ദചാമി ഇന്ന് ഇവിടെ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. AR ക്യാമ്പിൽ നിന്ന് അടക്കമുള്ള ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിയ്യൂരിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും 12 മണിയോടുകൂടിയായിരിക്കും ഗോവിന്ദചാമിയെ കണ്ണൂരിൽ നിന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ അതിർത്തിയിലേക്ക് ഈ ഗോവിന്ദചാമിയുമായുള്ള വാഹനം ആ പോലീസ് സംഘം കയറുന്നത് മുതൽ തൃശ്ശൂർ ജില്ലാ പോലീസ് ആയിരിക്കും സുരക്ഷ ഒരുക്കുക. അതിനുവേണ്ടിയുള്ള മറ്റു ക്രമീകരണങ്ങളും ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും കണ്ണൂരിൽ സംഭവിച്ചത് വിയ്യൂരിൽ ആവർത്തിക്കപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ എല്ലാം തന്നെ പോലീസ് ഉറപ്പാക്കുന്നത്. ജയിൽ അധികൃതരും അതിനുവേണ്ടിയുള്ള പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. SKN തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.